ഞാനിപ്പോൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടോ, തൃശ്ശൂരിലേക്ക്. ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്നായിരുന്നു സെറ്റ് ആയതുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻറ്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞാൻ വേഗം രജിതേച്ചർ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായി. അത് കൊടുത്തിന് നേരം നമ്മൾ വീണ്ടും വർക്ക്ഷോപ്പിക്ക് കയറി. കാരണം നമ്മുടെ വണ്ടിയുടെ കുറച്ച് നെട്ടും ബോൾട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ടോ. ബൈക്കിൽ ഇത് ഞങ്ങൾ മൂന്നാമത്തെ വട്ടമാട്ടോ പോണേ. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായാലും കൂടിയിട്ട് ആകെ 3 വട്ടമാണ് നമ്മൾ ബൈക്കിൽ പോയി തൃശ്ശൂർക്ക് വന്നേക്കുന്നത്. നല്ല വെയിലുണ്ടാവും എന്ന് അറിയണോണ്ട് തന്നെ നമ്മൾ വൈകിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പതുക്കെ നമ്മൾ ഓരോ പെട്രോൾ പമ്പിലൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പോകേണ്ടായിരുന്നത്. അപ്പോൾ ആദർശേട്ടനേക്ക് ഡയറി മിൽക്കും ആദർശേട്ടൻ ലൈസൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ചെരുപ്പ് അതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താനൂരൊരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തിയതായിരുന്നു. ഗൈസ് അടിപൊളി കളക്ഷൻ ആയിരുന്നു. ഫാഷൻ പാലസ് എന്നാട്ടോ പേര്. ഇവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ട് ആദർശേട്ടനും ഒരു ഷൂ അവിടെ നിന്ന് എടുത്തു. അത്രയും അടിപൊളി കളക്ഷൻ ഉണ്ട്, നല്ല വിലക്കുറവുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടപ്പാളെത്തിയപ്പോൾ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഹാർഡായിട്ടുള്ള ഒരു ഫുഡും വേണ്ടെന്ന് നമ്മൾ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ജ്യൂസൊക്കെ ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ചിക്കു ഷേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ റീസെൻ്റ്ലി ഫേവറേറ്റ് ആണ് കേട്ടോ. ആദർശമായിട്ട് ഒരു ഷവർമയും അതുപോലെ തന്നെ ചായയും മാത്രമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ആക്കിയത് വരാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ആദർശേട്ടൻ ഫുള്ള് കഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ജ്യൂസൊക്കെ എത്തി, ഞാൻ നന്നായി കുടിച്ചു. ബാഗ് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ ഇട്ടു. ലാസ്റ്റ് ആദർശേട്ടൻ ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചുട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തുമ്പോഴേക്കും അമ്മ ഇത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ ഓടി വന്ന് ബാഗൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ വീണ്ടും അകത്ത് കയറാണ്. എനിക്ക് ആ ചെങ്ങ ഇരുന്ന് തീരെ വയ്യാതെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദർശേട്ടൻ വണ്ടിയൊക്കെ സൈഡിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറട്ടോ. ഇനി ഒന്ന് സ്വസ്ഥമായിട്ട് കുളിക്കണം. എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആദർശേട്ടൻ വേഗം പോയിട്ട് മോക്കൊക്കെ നന്നായി കഴുകി അമ്മ ഇതേ ജ്യൂസ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ജ്യൂസ് വേണ്ട, ഫുഡ് കഴിക്കാം, ആദർശേട്ടൻ വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ആദർശേട്ടൻ കുറച്ച് ചോറുണ്ടോ. ഞാൻ നേരെ കുളിക്കാൻ പോയിട്ട് ഇനി കുളിച്ചൊന്ന് കിടന്നാൽ എനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.